എല്ലാവരും മൊണാലിസ വിവാഹത്തെ പറ്റിയിട്ട് ഭയങ്കരമായി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ആകെ ഇന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ യുവതിയുടെ മാതാപിതാക്കളെ പറ്റി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിലൂടെ, ഞാൻ പറഞ്ഞല്ലോ 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളയും മാലയും വിൽക്കാൻ പറഞ്ഞു വിടണമെങ്കിൽ അവരൊരുപാട് കഷ്ടപ്പാടിലൂടെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയായിരിക്കാം. ആ ഒരു ഇടയ്ക്കാണ് ഈ മകൾക്ക് ഒരു സൗഭാഗ്യം പോലെ കടന്നു വരുന്നത്. മകള് ഒരു വലിയ ഒരു ബ്രാൻഡിൻ്റെയൊക്കെ അംബാസഡർ പോലെ ആകുന്നു. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നു, ലോകം മുഴുവൻ കറങ്ങാനുള്ള ചാൻസ് കിട്ടുന്നു, ബോച്ചയെ പോലെയുള്ള ആൾക്കാർ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നു, കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഫ്ലൈറ്റ് യാത്രകൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു പിന്നീട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിലൊരു ലോട്ടറി അടിച്ച പോലെയാണ്. അങ്ങനെ ഈ മകളെയും കൊണ്ട് അങ്ങനെ ഈ സിനിമയിലും കാര്യങ്ങളൊക്കെ അഭിനയിക്കട്ടെ, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരുമല്ലോ എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇടിത്തി പോലെ 6 മാസം മുൻപ് മാത്രം കണ്ട് പരിചയമുള്ള ഒരാളുമായിട്ട് വിവാഹം കഴിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇതൊരിക്കലും നടത്താൻ പാടില്ലായിരുന്നു. ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത്. മോളെ, നീ ഒരു കാര്യം ചെയ്യൂ, 25 വയസ്സ് വരെ നീ കല്യാണം കഴിക്കാതിരിക്കുക. 25 വയസ്സായിട്ട് നിങ്ങളുടെ പ്രണയം അപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കേരളത്തിലേക്ക് വാ, നമ്മൾ നടത്തി തരും വിവാഹം എന്ന് പറയാമായിരുന്നു. അതാണ് പറയേണ്ടത്. അല്ലാതെ ഒരു 18 വയസ്സുകാരിയായി എന്നുള്ളത് കൊണ്ടും അതുമാത്രവുമല്ല രണ്ടുപേരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉള്ളവരാണെന്നതുകൊണ്ടും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കുന്നതിന് പകരം കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് രക്ഷപ്പെട്ടേനെ. അതായത് ഇതൊക്കെ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇനി ഇപ്പോഴും കുറേ നാൾ കഴിയുമ്പോഴും ചിലപ്പോൾ ഈ കുട്ടി ആ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫെയിം, അതുപോലെ തന്നെ കുറച്ച് പണം, ഇത് മാത്രമായിരിക്കാം. കാരണം ഇവരുടെ സ്നേഹം ചിലപ്പോഴും സത്യമായിരിക്കാം, ചിലപ്പോഴും ഇതായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തന്നെ ചിലപ്പോഴും അടുപ്പ് വരാൻ തുടങ്ങും. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പോയിട്ടുണ്ടാകും. അതായത് ഇയാളെ വിട്ടുപോകും ഈ കുട്ടി, ഉറപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കെന്ന് പറയുന്ന ഒരു 18 വയസ്സിൽ തോന്നുന്ന ഒരു ഇത് മാത്രമാണ്, അത് കഴിഞ്ഞുണ്ടാവില്ല. ഇപ്പം ഈ 18 വയസ്സാകുമ്പോഴേ ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ലാതിരിക്കുമ്പോഴേ, അതായത് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ തെരുവിൽ ജീവിച്ചവരാണ്, അപ്പോഴൊരാൾ പോലും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഒരു സ്നേഹം കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോഴും സ്നേഹം കൊടുക്കാനും അതിനൊക്കെ ആൾ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് വീണു, ആ ഒരു മായിക ലോകത്തേക്ക് വീണു. അതാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വലിയ പ്രണയമോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും അല്ല. ഇതൊരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വയസ്സിൽ തോന്നിക്കുന്ന ഒരു ഇത് മാത്രമാണ്. അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി കുറേ ആൾക്കാരും, അവരോടത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആ മാതാപിതാക്കളെ ആലോചിച്ചിരുന്നുവെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇപ്പോഴും പോയിട്ട് ഒരു 25 വയസ്സ് വരെ നിങ്ങൾ നിൽക്കൂ. 25 വയസ്സായിട്ടും ഇതുപോലുള്ള പ്രണയം ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ ഒന്നും വേണ്ടായിരുന്നു. ഇത് വരുന്നോനെ ഇവിടുന്ന് കെട്ടിച്ചു വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് കുറ്റിയും പൊരിച്ച് വരുവായ്യ. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഉടായ്പകൾ ഉണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. നമ്മൾ വിചാരിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ള പാർട്ടീസ് ഒന്നും ആയിരിക്കില്ല. ഇവിടെ ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികയുകയാണ്. കാരണം അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നടന്നില്ലടോ, ഇവിടെ ഇത് നടന്നില്ലടോ, അവിടെ സ്റ്റോറി നടന്നില്ലടോ, അവിടെ എൻ്റെ പൊന്നു മക്കൾ, ഇതൊക്കെ സിനിമയാണ്. ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്ന ഒരു സിനിമയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് കണ്ട് ആർക്കും മനസ്സിലാകാനാണ്. ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം കേരളം എങ്ങനെയാണെന്ന്, എല്ലാവർക്കും അറിയാം. പിന്നെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാരും മറ്റേവരെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോഴേ അവരെ അപമാനിക്കാൻ തന്നെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട് പോയിട്ട് നമ്മൾ കടപിടിക്കുകയല്ല വേണ്ടത്. വോട്ടേ പുല്ല്, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയിട്ട് ഒരു പൈസ പോലും കളക്ട് ചെയ്യാതെ ഇവിടുന്ന് ഒഴിവാകേണ്ടി വന്നു. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സിനിമകളൊന്നും ഇവിടെ ആരും കാണൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ശാപം എന്തിനാണ് വാങ്ങിച്ചു കൂട്ടിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ആ കുടുംബം മൊത്തം ശപിക്കുന്നുണ്ടാവും ഇപ്പോഴും, അത്രയേ ഉള്ളൂ. ആ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നതായിരുന്നു. അതാണ് ഇവിടെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഇല്ലാതാക്കിയത്. ആ കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അതെന്താ പ്രതീക്ഷ ഇനിയും വന്നൂടെ? ഇല്ലടോ, അതൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും മലയാളികളിലായാലും നമ്മൾ മൂത്ത മകൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി പോയി, ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടി. ഇപ്പോഴും നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടില്ലേ, അനിയൻ ചുമട് എടുക്കാൻ വരെ പോയിട്ടുണ്ട്. എന്തിനാണ്? ചേച്ചീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേച്ചി അതിൻ്റെ അകത്ത് റാങ്ക് വാങ്ങിക്കുന്നു, അങ്ങനെ ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ അവർ നിൽക്കുന്നത്. ഈ പെൺകുട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കല്യാണവും കഴിച്ചു പോയിട്ട് അതിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നടക്കുമോ? അതല്ല, എൻ്റെ കുടുംബം എനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിന്നത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ
എന്തും ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ മലയാളികളൊക്കെ പണ്ട് അങ്ങനെ തന്നെയാണ്. പല നേഴ്സുമാരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പണ്ട് കുടുംബത്തിലുള്ള സഹോദരിമാരെയും മുഴുവൻ, അതായത് സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം ഒരു 40-ആം വയസ്സിലൊക്കെ വിവാഹം കഴിച്ച ഒരുപാട് വിദേശത്തുള്ള നേഴ്സുമാരുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴത് കുറവാണായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു ആയിരുന്നു. അവർ കുടുംബം രക്ഷപ്പെടുത്താൻ നിന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ത്യാഗം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയ്യോ എൻ്റെ കാര്യം നോക്കി പൊടിയും തട്ടി പോകുന്നതല്ല. പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ ആരെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമില്ലേ, എല്ലാവരും മേലെടുത്ത് രാഘവൻ നായർ ആകില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അന്നത്തെ കാലഘട്ടം അതായിരുന്നു. എല്ലാവർക്കും ഓരോ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ആ മേലെടുത്ത് രാഘവൻ നായരുടെ കഥാപാത്രം വളരെ മോശമാണെന്ന് പറയുന്നില്ല ഇപ്പോഴത്തെ തലമുറ. ഒരിക്കലുമല്ല, നല്ലൊരു കഥാപാത്രം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു ഇവിടെ എല്ലാവരും കൂടിയിട്ട് തല്ലിക്കെടുത്തത്. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയാനില്ല, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ വൈകാതെ തന്നെ എന്ന് പറഞ്ഞാൽ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കും. അതുപോലെ തന്നെ അവൻ്റെ ചെലവിൽ നിൽക്കാൻ തുടങ്ങും. പിന്നെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ടാലൻറ്റും കാര്യങ്ങളും എല്ലാം മറന്നുപോകും. അതോടുകൂടി കഴിഞ്ഞു. ഇപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സംഭവത്തിൽ പിടിച്ച് കയറിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എല്ലാം കൂടി ചേർന്നിട്ട് അതങ്ങ് ഇല്ലാണ്ടാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇല്ലാതാക്കിയത്? അതാണ് എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കടന്നിട്ട് ഒരുപാട് ആൾക്കാർ ആരോടൊക്കെയുള്ള വൈരാഗ്യവും ആരോടൊക്കെ എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രകസനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരച്ഛന്മാർ പോലും ശരിക്കും പറഞ്ഞ് ഇതിനൊന്നും കൂട്ടു നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ നാളെ നിങ്ങൾക്കും ഒരു മകളുണ്ടാകും. എല്ലാവരും നിങ്ങളെപ്പോലെ വിശാല ഹൃദയന്മാരായിരിക്കില്ല. അതായത് ഇതിൻ്റെ അകത്ത് പല ഫ്രോഡുകളും ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും നാളെ വന്നിട്ട് ഒരുത്തൻ പോയിട്ട് എന്നാൽ പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ കൂട്ടായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇതിനകത്ത് ഫ്രോഡുകൾ ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള തട്ടിപ്പുകാരുണ്ടാകാം, ഇവരെല്ലാം ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെയുള്ള ചില ആൾക്കാർക്ക് മനസ്സിലാകാത്തത്. ചില ആൾക്കാർ ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്, മണ്ണാങ്കട്ടയാന്ന്. ഇനിയിപ്പോൾ നാളെ അതിനെന്തെങ്കിലും സംഭവിച്ച് അതെവിടെയെങ്കിലും പോയി ഒഴിവായി പോയി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിന് ആരെങ്കിലും ഇടപെടാൻ ഉണ്ടാവുമോ? ഈ അവിടുന്ന് കൈയടിച്ച് ഏതെങ്കിലും ഒരു ടീം അവിടെ ഇടപെടാൻ ഉണ്ടാവുമോ? ഒരു കുഞ്ഞു പോലും ഇടപെടാനുണ്ടാവില്ല. ചിരിക്കാനുണ്ടാവുമായിരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കണ്ടല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കാനുണ്ടാവും. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഈട് എന്തൊക്കെ കല്യാണം നടക്കുന്നത്, എത്ര കല്യാണം നടക്കുന്നത്, ഇവിടെ അടിച്ച് പിരിയുന്ന എത്ര ഉണ്ട്? ആരെങ്കിലും കൂടെ ഒരാളും ഉണ്ടാവില്ല. കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട് മുഴുവൻ ഉണ്ടാവും. ചിലപ്പോൾ നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും, ദേഷ്യമുള്ളവനുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ആ തന്തയുടെ ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ നീ സൂയിക്കണ്ടടാ, പെണ്ണ് വൈറലായി എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങനെ പണിയെടുക്കാണ്ട് ജീവിക്കണ്ട എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ടാവും. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഇനിയും തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുക ഒന്ന്. ആ ഉപദേശത്തോട് കൂടിയിട്ട് അവർ നന്നാവും ചിലപ്പോഴും. അതാണ് മനസ്സിലാക്കേണ്ടത്. 25 വയസ്സായി കഴിഞ്ഞാൽ ഈ പ്രേമൊന്നും ഉണ്ടാവില്ല. അതിന് കൃത്യമായിട്ട് തന്നെ കാര്യവിചാരങ്ങൾ വരും. അതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനെയും നോക്കണം എന്നുള്ളൊരു വിചാരം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയാം, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടേ കഴിക്കുള്ളൂ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൊണാലിസയുടെ അമ്മയുടെ വാക്കുകൾ അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.